വേദാന്ത വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോസിലൂടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ചെയ്ത് നോക്കി ഒരുപാട് നല്ല ഫലങ്ങൾ കിട്ടുന്നുണ്ടെന്ന് മെസ്സേജ് വരുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതായത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ഞാനൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു ഭാഗമാകുന്നതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പഞ്ചദീപത്തിനെ കുറിച്ചാണ്. പഞ്ചദീപം എന്നാൽ 5 ദീപം. 5 ദീപം 5 എണ്ണകൾ കൊണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ദീപമാണ് പഞ്ചദീപം എന്ന് പറയുന്നത്. ഈ പഞ്ചദീപം വെക്കുന്നത് കൊണ്ട് പിതൃദോഷങ്ങൾ, അതേപോലെ തന്നെ വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങൾ, നെഗറ്റീവ് എനർജികൾ, അതല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തിട്ടുള്ള കൂടുപാത്രം, കണ്ണുദോഷം, കമ്പേറ് അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറുവാനും സാമ്പത്തികം വന്ന് കയറുവാനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു വിളക്കാണ് ഈ പഞ്ചദീപം എന്ന് പറയുന്നത്. ഈ പഞ്ചദീപത്തിനെ നിങ്ങൾക്ക് സന്ധ്യാനേരത്ത് വെക്കാം, ബ്രഹ്മമുഹൂർത്ത വിളക്കിനകത്ത് വെക്കാം. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഏത് നേരത്ത് വേണമെങ്കിലും ഈ പഞ്ചദീപം വെക്കാവുന്നതാണ്. പക്ഷെ വളരെയധികം പവർ എന്ന് പറയുന്നത് ഫ്രൈഡേസ്, അതായത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് സാമ്പത്തികത്തിന് വളരെയധികം സഹായം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പഞ്ചദീപത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മളുടെ വരാഹി മെഡിറ്റേഷൻ കോഴ്സിന് ചേർന്നവർക്കും ചേരാൻ താല്പര്യമുള്ളവർക്കും താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ കനകധാര മെഡിറ്റേഷൻ ഉണ്ട്. കനകധാര മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടൊരു മന്ത്രമാണ് സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് കൂടുതലും ബിസിനസ് ചെയ്യുന്നവർ, അതല്ല ഈ മാർവാടികൾ അങ്ങനെയുള്ളവരൊക്കെ ഉപയോഗിക്കുന്നൊരു മന്ത്രമാണ്. അവർ മാത്രമല്ല ഉപയോഗിക്കുന്നത്, എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അതിനെക്കുറിച്ചുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്ക് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർ ഇത് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തത്. ഇപ്പോൾ കനകധാര മന്ത്രം അല്ലെ കനകധാര മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന മെഡിറ്റേഷനും അതിൻ്റെ കൂടെയുള്ളൊരു വിളക്കും കൂടെ ചേർത്തിട്ടുള്ളതാണ് ഈ കനകധാര മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുവാനും ഇതിനകത്ത് ജോയിൻ ചെയ്യുവാനും താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് പഞ്ചദീപത്തിലേക്ക് പോകാം. ഈ പഞ്ചദീപത്തിൽ 5 തരം എണ്ണകളാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ, അതല്ലെങ്കിൽ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ എന്ന് പറയുന്നത് സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എണ്ണയാണ് വെളിച്ചെണ്ണ. രണ്ടാമത്തേതെന്ന് പറയുന്നത് കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ആവണക്കെണ്ണ. കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹീലിങ്ങിന്, നിങ്ങളുടെ മാനസികപരമായ സാമ്പത്തികപരമായ എല്ലാ ബ്ലോക്കുകളും മാറ്റി അതിൻ്റെ ഹീലിങ്ങിന് സഹായിക്കുന്ന ഒരു എണ്ണയാണ് ആവണക്കെണ്ണ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നെയ്യ്. നെയ്യ് എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൽ ഗോമാതാവിൻ്റെയാണ് നെയ്യ്. അത് നമ്മളുടെ വീട്ടിലേക്ക് ഒരു സ്വാത്വിക ഊർജത്തിനെ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ദൈവികമായിട്ടുള്ള ഒരു ഊർജത്തിനെ എത്തിക്കുന്നതാണ് നെയ്യ് എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളതാണ് നീം ഓയിൽ, അതല്ലെങ്കിൽ വേപ്പില കൊണ്ടുള്ള എണ്ണ, അതായത് നമ്മളുടെ ആര്യവേപ്പിൻ്റെ എണ്ണ. ഈ ഒരു എണ്ണ നെഗറ്റീവ് എനർജി അകറ്റുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് വേപ്പില എണ്ണ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ പഞ്ചദീപത്തിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ആക്ച്വലി നമ്മളുടെ ഈ പഞ്ചദീപത്തിലെ കോക്കനട്ട് ഓയിൽ അല്ല സാധാരണ വരുന്നത്, മെഹുവ ഓയിൽ എന്ന് പറയും. ഈ മെഹുവ ഓയിൽ എന്ന് പറയുന്നത് വളരെയധികം കിട്ടുവാൻ വളരെയധികം പാടുള്ള ഒരു ഓയിലാണ്. അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മൾ ഈ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നത്. കാരണം എല്ലാവർക്കും സാമ്പത്തികപരമായ ഏത് ലെവലിൽ നിൽക്കുന്നവർക്കും വാങ്ങിച്ചുപയോഗിക്കാൻ പറ്റുന്ന എണ്ണകളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഇതിന് ഒരു ലക്ഷ്മി ഭാവം വരണം എന്നുണ്ടെങ്കിൽ, ലക്ഷ്മി ദേവിയുടെ ഒരു അനുഗ്രഹം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ എണ്ണകളെല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിനകത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടാവുന്നതാണ്. അത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനി നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിളക്കുകൾ വെച്ചതിന് ശേഷം ഈ എണ്ണ ഉപയോഗിച്ച് നിങ്ങൾക്ക് വിളക്ക് കത്തിക്കാവുന്നതാണ്. അപ്പോൾ അതല്ല സന്ധ്യാസമയത്ത് വിളക്ക് വെക്കുന്നവർക്കും ഈ ഒരു എണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കാവുന്നതാണ്. ഈ എണ്ണ ഉപയോഗിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വളരെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ എപ്പോഴും വിളക്ക് വെക്കുമ്പോൾ നിങ്ങളൊരു കോലം വരച്ച്, അതല്ലെങ്കിൽ കോലം വരയ്ക്കാൻ അറിയില്ലെന്നുണ്ടെങ്കിൽ അരിമാവിനകത്ത് വെള്ളം കലക്കി ഓം എന്നോ അതല്ലെങ്കിൽ സ്വാസ്തികന്റെ ഗണപതിയുടെ ചിഹ്നം എന്ന് പറയില്ല, ആ സ്വാസ്തിക് ചിഹ്നമോ നിങ്ങൾ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഫലമാണ് അത് തരുന്നത്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിലെ വിളക്കിനകത്ത് വെക്കുമ്പോൾ
ഇങ്ങനെയുള്ള വിളക്ക് വെക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കാം, ഇഷ്ടദൈവത്തിനെ പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലാവുന്നതാണ്. അത് അങ്ങനെ അതിന് വലിയ പ്രത്യേകതകളൊന്നുമില്ല, ഇന്ന ദൈവത്തിന് മാത്രമേ വെക്കാവൂ എന്നൊന്നുമില്ല. പിന്നെ ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ചൊല്ലുന്നത് വളരെയധികം നല്ലതാണ്. കാരണം ഇതിൽ ഓൾറെഡി ലക്ഷ്മി ഭാവം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് സാമ്പത്തിക വരവിനെ കൂട്ടുവാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് പഞ്ചദീപം എന്ന് പറയുന്നത്. ഇത് പണ്ടുകാലത്തൊക്കെ നമ്മളുടെ വീടുകളിലൊക്കെ വെച്ചിരുന്ന ഒരു ദീപമാണ്. പക്ഷെ ഇപ്പം വീടുകളിൽ മുത്തശ്ശിയില്ല, കഥ പറഞ്ഞു തരാൻ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തപ്പെടാതെ പോകുന്നതാണ്. അപ്പോൾ പഞ്ചദീപം വെച്ച് നിങ്ങൾ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു നോക്കൂ. പ്രത്യേകിച്ച് ഒരു 5 വെള്ളിയാഴ്ചകളിൽ പഞ്ചദീപ വിളക്ക് വെച്ച് ലക്ഷ്മി ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടിന് ഒരു വഴി തെളിഞ്ഞു വരുന്നതായിരിക്കും. ഇങ്ങനെ പറയുമ്പോൾ പലരും മെസ്സേജ് അയക്കാറുണ്ട്, എനിക്ക് 10 ലക്ഷത്തിന്റെ കടമുണ്ട്, ഞാൻ ഈ മന്ത്രം ചൊല്ലിയിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറയും. അത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, അതെങ്ങനെയായിരിക്കും അതിനൊരു സൊല്യൂഷൻ വരുന്നത്. അതിന് നിങ്ങൾക്കൊരു വഴി തെളിയിച്ച് തരിക എന്നുള്ളതാണ് ദൈവം ചെയ്യുന്നത്. ആ വഴിയെ നിങ്ങൾ തിരിച്ചറിയുകയും ആ വഴി തിരഞ്ഞെടുക്കുകയും നിങ്ങൾ ചെയ്യുകയാണെങ്കിലാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ പഞ്ചദീപത്തിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർക്ക് താഴെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്.